നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാജീവ്. ഞാൻ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ, KM ചെറിയൻ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. അപ്പോൾ നമുക്കിന്ന് എന്താണ് ഡിസ്കെക്ടമി, എന്താണ് ഡിസ്പ്രൊലാപ്സ്, അതിന് ചികിത്സകൾ എന്തൊക്കെയാണുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി എന്താണ്, അതെങ്ങനെ രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു ഹ്യൂമൻ വെർട്ടിബ്രയുടെ മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ താഴെ കാണുന്നതാണ് ലംബാർ വെർട്ടിബ്ര. ഓരോരോ ലംബാർ വെർട്ടിബ്രയാണ് ഈ വെള്ള കളറിലുള്ള കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഈ ജെല്ല് പോലെ ഇരിക്കുന്നതാണ് ഡിസ്ക്, ലംബാർ ഡിസ്ക് എന്ന് പറയും. അപ്പോൾ ഇതിനെ പുറകിൽ ഈ കാണുന്നതാണ് ലാമിന. ഇതിൻ്റെ തൊട്ട് പുറകോട്ട് വരുമ്പോൾ ഇതാണ് സ്പൈനസ് പ്രോസസ്സ്. ഈ സ്പൈനസ് പ്രോസസ്സാണ് നമ്മൾ പുറകിൽ നിന്ന് നോക്കാൻ നേരത്ത് തള്ളിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം. കൈവച്ച് നമുക്ക് തൊടാൻ തന്നെ സാധിക്കുന്നതാണ് സ്പൈനസ് പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡിസ്കിൻ്റെ അവിടെ ഒരു ചുവന്ന നിറം അടിച്ചേക്ക് നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പം ആ ഒരു തള്ളി നിൽക്കുന്ന ഒരു ഡിസ്ക് പ്രൊലാപ്സിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിനിടയ്ക്കുള്ള ഓരോ ഹോള് ഈ കാണുന്ന രണ്ട് സൈഡിലായിട്ടുള്ള ഹോളുകളുണ്ട്. ഈ ഹോളുകൾക്കാണ് ഫൊറാമിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൊറാമിനയിൽ കൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നുള്ള റൂട്ട്സ് ഇറങ്ങി താഴത്തോട്ട് ഫ്രണ്ടിലോട്ട് പോയി കാലുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ആ റൂട്ട്സാണ് നമ്മുടെ കാലുകളുടെ അനക്ക മസിലുകളിലോട്ടുള്ള നെർവ് സപ്ലൈയും അതേപോലെ തന്നെ സെൻസേഷൻ, അതായത് തൊടുന്നത് അറിയുക, അതിൻ്റെ സെൻസേഷൻ നമ്മുടെ തലച്ചോറിലോട്ട് എത്തിക്കുന്നത് ഈ നെർവ്സ് വഴിയാണ്. അപ്പോൾ ബേസിക്കലി ഇവിടുന്ന് ഒരു ഡിസ്ക് തള്ളി പുറത്തോട്ട് വരുമ്പോൾ ഈ നെർവിൽ കംപ്രഷൻ ഉണ്ടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അകത്തുള്ള സ്പൈനൽ കോഡിൽ കംപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ കാലിലോട്ട് വേദന വരുന്നതും അതുമൂലം കാലിന് വിലക്കുറവ് വരാനുള്ള സാധ്യതയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്കെക്ടമി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെയുള്ള ഒരു ഡിസ്ക് പ്രൊലാപ്സിന് നമുക്ക് പല രീതികളിലുള്ള സർജറികൾ വന്നിട്ടുണ്ട്. ആദ്യം ഓപ്പൺ ഡിസ്കെക്ടമി ആയിരുന്നു, അത് കഴിഞ്ഞ് മൈക്രോസ്കോപ്പിക് ഡിസ്കെക്ടമി ആയി, അത് കഴിഞ്ഞിട്ടാണ് ചെറിയ ട്യൂബുലാർ ഡിസ്കെക്ടമി എന്നുള്ളതുണ്ട്, അതും കഴിഞ്ഞാണ് ഇപ്പോൾ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമിയിലോട്ട് വന്നത്. എല്ലാം അതിൻ്റേതായുള്ള മെച്ചങ്ങളുള്ളതാണ്. എന്നാലും ഇൻവേസീവ്നെസ് കുറഞ്ഞു വരുന്നതാണ് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമിയിലോട്ട് വന്ന് കാണുന്നത്. എല്ലാ രീതിയിലുള്ള പ്രൊസീജിയറും പല സമയത്തായിട്ട് നമുക്ക് ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓപ്പൺ ഡിസ്കെക്ടമി അല്ലെങ്കിൽ ഒരു മൈക്രോ ലംബാർ ഡിസ്കെക്ടമി എന്ന് പറയുമ്പോൾ നേരെ പുറകിൽ കൂടെയാണ് വരുന്നത്. അതായത് പേഷ്യൻ്റ് കിടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ തൊലിയിൽ നിന്ന് വന്ന് നേരെ ഈ കാണുന്ന സ്പൈനസ് പ്രോസസ്സിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചെന്ന് ഈ ഒരു ഹോൾ വഴി, അതായത് ഇൻ്റർലാമിനാർ സ്പേസ്, ഈ ലാമിന, ഇത് താഴത്തെ ലാമിന, ഈ രണ്ട് ലാമിന ഇടയിൽ കൂടെ ഈ സ്പൈനൽ കോഡിൻ്റെ സൈഡിൽ കൂടെ, അതായത് സ്പൈനൽ സാക്കിൻ്റെ തീക്കൽ സാക്കിൻ്റെ സൈഡിൽ കൂടെ ചെന്നിട്ട് ഈ ചുവന്ന നിറത്തിലുള്ള ഡിസ്ക് എടുക്കുക എന്നുള്ളതാണ് പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സാധാരണ മൈക്രോ ലംബാർ ഡിസ്കെക്ടമി. മൈക്രോസ്കോപ്പിക്ക് വെച്ച് ചെറിയ ഇൻസെഷൻ, കീ ഹോൾ സർജറി തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നെ മോഡിഫിക്കേഷനായിട്ട് വരുന്നതാണ് ട്യൂബുലാർ ഡിസ്കെക്ടമി. അതായത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ട്യൂബ് ഇട്ടിട്ട് ചെറിയൊരു ഹോളിൽ കൂടെ, ആ ട്യൂബിനകത്തൂടെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി ഇതേ രീതിയിൽ തന്നെ ഈ നടുക്കൂടെ ഈ എല്ലിൻ്റെ താഴെ കൂടെ നമ്മൾ ചെന്ന് ഈ ചുവന്ന നിറത്തിലുള്ള സാധനം എടുക്കുക എന്നുള്ള ട്യൂബുലാർ ഡിസ്കെക്ടമി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഇപ്പോഴും എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഹോളായിരിക്കും. ബേസിക്കലി നമുക്ക് സ്റ്റിച്ച് പോലും ഇടേണ്ട ചെറിയൊരു കീ ഹോൾ പോലെ ആയിരിക്കും ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി ഉണ്ട്. ഒന്ന് ഇൻ്റർലാമിനാർ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്യൂബ് ഇടുന്നതിന് പകരം എൻഡോസ്കോപ്പ് വഴി നമ്മൾ ചെന്നു, എന്നിട്ട് ഈ വഴി നേരെ ചെന്ന് നമ്മൾ എടുക്കുന്നതാണ് ഇൻ്റർലാമിനാർ ഡിസ്കെക്ടമി എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമതാണ് ട്രാൻസ്ഫൊറാമിനൽ ഡിസ്കെക്ടമി എന്ന് പറയുന്നത്. അത് നമ്മൾ സൈഡിൽ കൂടെ ആയിരിക്കും പേഷ്യൻ്റ് കമന്ന് കിടക്കുമ്പം സൈഡിൽ കൂടെ ഒരു ചെറിയ എൻഡോസ്കോപ്പ് ഇതിലൂടെ കയറി വന്ന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ എത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ ഇത്രയും ബുദ്ധിമുട്ടി ഈ തീക്കൽ സാക്ക് ഈ ഞരമ്പ് ഇങ്ങോട്ട് മാറ്റേണ്ട ആവശ്യമില്ല, ഇവിടെ ഈ എല്ല് തുറക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നേരെ സൈഡിൽ കൂടെ വന്ന് ഈ ഡയറക്റ്റ് ഈ ഹോള്, അതായത് ഈ ഫൊറാമിൻ്റെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഈ ഡിസ്ക് എടുത്തു കൊടുക്കുന്നതിനാണ് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും ചെറിയ ഇൻവേസീവ്, ഏറ്റവും ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമിയിലാണ്. വളരെ പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്.